ഹായ് ഓൾ ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാൻ പോകുന്നത് നമ്മുടെ ഗവൺമെൻറ് തന്നെ നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്ന സൈബർ സെക്യൂരിറ്റി കോഴ്സാണ്. അവർ വലിയ വലിയ കമ്പനീസ് ലൈക്ക് സിസ്കോ ഒക്കെ ആയിട്ട് കമ്പൈൻ ചെയ്തിട്ടാണ് നിങ്ങൾക്ക് ഈ ഒരു സർട്ടിഫിക്കേഷൻസും കോഴ്സും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ അതുകൊണ്ടാണ് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആവുന്ന കോഴ്സസാണ്. സോ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ചാനലിൽ കൂടെ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരുന്നത്. ആൻഡ് ഈ ഒരു കോഴ്സ് എല്ലാം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ എൻറോൾ ചെയ്യാൻ പറ്റുന്നതാണ്. സോ നമുക്ക് ടൈം കളയാൻ ഞാൻ ആ ഒരു കോഴ്സിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. അതുപോലെ തന്നെ നിങ്ങൾ വീഡിയോ കംപ്ലീറ്റ്ലി കാണുക. സോ ഇതിൽ ഞാൻ 2 കോഴ്സ് പറയുന്നുണ്ട്. അതുപോലെ തന്നെ അത് നിങ്ങൾക്ക് എങ്ങനെ എൻറോൾ ചെയ്യാം ആ ഒരു കാര്യങ്ങളെല്ലാം ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾ വീഡിയോ കംപ്ലീറ്റ്ലി കണ്ടതിന് ശേഷം മാത്രം എൻറോൾ ചെയ്യാൻ നോക്കുക. അതുപോലെ തന്നെ ഇതിൽ എൻറോൾ ചെയ്യാൻ വേണ്ടിയുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. സോ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി അവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് എൻറോൾ ചെയ്യാൻ പറ്റും. സോ നമുക്ക് ടൈം കളയാതെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാര്യങ്ങളെല്ലാം പറഞ്ഞുതരാം. സോ ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത് സ്കിൽ ഇന്ത്യ ഡിജിറ്റൽ എന്ന് പറയുന്ന ഈ ഒരു വെബ്സൈറ്റ് ത്രൂ ആണ്. സോ ഇത് നമ്മുടെ ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ തന്നെ വെബ്സൈറ്റാണ്. സോ നിങ്ങൾക്ക് ഈ ഒരു ഡൊമൈൻ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, gov.in. സോ ഇവരാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ നമ്മുടെ ഫസ്റ്റ് കോഴ്സ് എന്ന് പറയുന്നത് ജസ്റ്റ് സൈബർ സെക്യൂരിറ്റി എന്നാണ് ഈ ഒരു കോഴ്സിൻ്റെ പേര്. ആൻഡ് ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത് ടെക് മഹീന്ദ്ര ഫൗണ്ടേഷൻ ആണ്. സോ ഇത് കംപ്ലീറ്റ്ലി ഒരു എൻട്രി ലെവൽ കോഴ്സാണ്. സോ ഇതിൻ്റെ കൂടുതലായിട്ട് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നിട്ടുണ്ട്. സോ ഈ ഒരു കോഴ്സ് എന്തിനാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്, സോ ഇതിൽ എന്തൊക്കെയാണ് അവർ കവർ ചെയ്യുന്നത്, ആ ഒരു കാര്യങ്ങളെല്ലാം ഇവിടെ അവർ തന്നിട്ടുണ്ട്. സോ ബേസിക്കലി ഇത് എൻട്രി ലെവൽ കോഴ്സാണ്. സോ നിങ്ങൾക്ക് സൈബർ സെക്യൂരിറ്റി ഇൻട്രസ്റ്റ് ഉള്ള ഒരാളാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്റ്റുഡൻ്റാണ്, വർക്കിംഗ് പ്രൊഫഷണൽ ആയിക്കോട്ടെ, അതുപോലെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നെ പേഴ്സണലി ഒരു പ്രൊട്ടക്റ്റഡ് ആയിരിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്കാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിൽ എൻറോൾ ചെയ്യാം. സോ ആ ഒരു കാര്യങ്ങളൊക്കെ ഈ ഒരു കോഴ്സിൽ കവർ ചെയ്യുന്നുണ്ട്. സോ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഇവിടെ തന്നിട്ടുണ്ട്. സോ ഈ ഒരു ട്രെയിനർ പാർട്ട്ണർ ടെക് മഹീന്ദ്ര ഫൗണ്ടേഷൻ ആണ്. അതുപോലെ ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ്ലി ഇംഗ്ലീഷിലാണ്. ആൻഡ് സർട്ടിഫിക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കേഷൻ. ആൻഡ് സെൽഫ് പ്ലേസ്ഡ് ആണ്. അതുപോലെ തന്നെ ഇവിടെ അഡീഷണൽ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞിട്ട് ബാക്കി കുറച്ച് കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. അതുപോലെ ഇവിടെ ടോപ്പിക്ക് നോക്കിക്കഴിഞ്ഞാൽ അവർ ഈ ഒരു കോഴ്സിൽ എന്തൊക്കെ ടോപ്പിക്കാണ് കവർ ചെയ്യുന്നത് ആ ഒരു കാര്യങ്ങൾ ഇവിടെ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഇതെല്ലാം നോക്കാം. സോ ഇതിൽ അവർ ഫസ്റ്റ് തന്നെ ഇൻട്രൊഡക്ഷൻ ടു സൈബർ സെക്യൂരിറ്റി, അതുപോലെ തന്നെ ഡിജിറ്റൽ ആൻഡ് ഓൺലൈൻ ബാങ്കിങ് ഫ്രോഡ്സ്. സോ പേഴ്സണലി പ്രൊട്ടക്റ്റഡ് ഇരിക്കുന്നവർക്കൊക്കെ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ ഹെൽപ്ഫുൾ ആയിരിക്കും. അതുപോലെ തന്നെ കോമൺ ടൈപ്പ് ഓഫ് സൈബർ ക്രൈം, അതുപോലെ തന്നെ എങ്ങനെ നമുക്ക് ഈ ഒരു സൈബർ ക്രൈംസിൽ നിന്നൊക്കെ നമുക്ക് പ്രിവെൻ്റ് ആയിരിക്കാം എന്നുള്ള കാര്യങ്ങളാണ് ഈ ഒരു കോഴ്സിൽ അവർ കവർ ചെയ്യുന്നത്. സോ ഇതിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഒന്നുമില്ല, ഏത് ഏജുകാർക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് എൻറോൾ ചെയ്യാം. അതുപോലെ തന്നെ നോൺ ഫോർമൽ എഡ്യൂക്കേഷൻ റിക്വയർഡ്. സോ അവർ പ്രത്യേകിച്ച് ക്വാളിഫിക്കേഷൻസോ കാര്യങ്ങളൊന്നുമില്ല. സോ ഇതാണ് നമ്മുടെ ഫസ്റ്റ് കോഴ്സ് വരുന്നത്. സോ നമ്മുടെ നെക്സ്റ്റ് കോഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ സൈബർ ത്രെറ്റ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന കോഴ്സാണ്. സോ ഇത് കംപ്ലീറ്റ്ലി ബിഗിനേഴ്സിന് വേണ്ടിയിട്ട് എന്ന് വെച്ചാൽ എല്ലാവർക്കും വേണ്ടിയിട്ടല്ല, നിങ്ങളൊരു ടെക് കരിയർ അല്ലെങ്കിൽ നമുക്ക് സൈബർ സെക്യൂരിറ്റി കരിയർ ബിൽഡ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ബേസിക്കലി ഈ ഒരു കോഴ്സ് അവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സോ ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത് സിസ്കോ നെറ്റ്വർക്ക് അക്കാഡമിയാണ്. സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ട്രെയിനിങ് പാർട്ട്ണർ സിസ്കോ ആണ്. അതുപോലെ തന്നെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ തരാം. അതുപോലെ തന്നെ ഈ ഒരു കോഴ്സും കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. സോ ഇത് ബേസിക്കലി എന്താണെന്ന് വെച്ചാൽ നിങ്ങളൊരു ഡിഫൻസീവ് ആയിട്ട് സോക്ക് അനലിസ്റ്റൊക്കെ ആയിട്ട് പോകാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് വളരെ യൂസ്ഫുൾ ആയിരിക്കും. സോ ഇതിൽ കംപ്ലൈൻസും അതുപോലെ തന്നെ റെഗുലേഷൻസ്, എങ്ങനെ നമുക്കൊരു ത്രെട്ട് മാനേജ് ചെയ്യാം, അതുപോലെ തന്നെ ഒരു നെറ്റ്വർക്ക് വൾനറബിലിറ്റി എങ്ങനെ അസസ് ചെയ്യാം, എങ്ങനെ ആ ഒരു റിസ്ക് മാനേജ് ചെയ്യാം, അതുപോലെ ഒരു സെക്യൂരിറ്റി ഇൻസിഡൻറ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് എങ്ങനെ നമുക്ക് അതിനെ റെസ്പോണ്ട് എങ്ങനെ ചെയ്യാം പ്രോപ്പറായിട്ട്, ആ ഒരു കാര്യങ്ങളെല്ലാം ഈ ഒരു കോഴ്സിൽ അവർ കവർ ചെയ്യുന്നുണ്ട്. ആൻഡ് ഇവിടെ താഴോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ കുറച്ചുകൂടി ഡീറ്റെയിൽസ് കാണാം, ലൈക്ക് ട്രെയിനിങ് പാർട്ട്ണർ, അതുപോലെ ലാംഗ്വേജ് ഇംഗ്ലീഷിലാണ്. ആൻഡ് നിങ്ങൾക്ക് ഇവിടെ നിന്ന് സർട്ടിഫിക്കേഷൻ ഓഫ് കംപ്ലീഷൻ കിട്ടും. ആൻഡ് ഇത് സെൽഫ് പ്ലേസ്ഡ് ആണ്. അതുപോലെ തന്നെ ഇവിടെ അഡീഷണൽ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ടോപ്പിക്സ് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ അവർ കവർ ചെയ്യുന്ന ടോപ്പിക്സ് കാണാം. സോ ഗവർണൻസ് ആൻഡ് കംപ്ലൈൻറ്റ്സ്, അതുപോലെ നെറ്റ്വർക്ക് സെക്യൂരിറ്റി ടെസ്റ്റിങ്, ത്രെറ്റ് ഇൻ്റലിജൻസ്, എൻഡ് പോയിൻറ്റ് വൾനറബിലിറ്റി അസസ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അഡ്വാൻസ് ലെവലായിട്ടുള്ള കുറേ കാര്യങ്ങൾ അവരിവിടെ കവർ ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആവുന്ന ഒരു കോഴ്സാണിത്. ആൻഡ് ഇതിൽ എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഉണ്ട്. നിങ്ങൾക്ക് 18+ ആയിരിക്കണം ഇവിടെ നിങ്ങൾക്ക് ഏജ് വരുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് മിനിമം ക്വാളിഫിക്കേഷൻ 12th പാസ്, ITI ഡിപ്ലോമ, ലൈക്ക് 12th പാസ് മുതൽ ഏത് ക്വാളിഫിക്കേഷനായാലും അവർക്ക് ഓക്കെയാണ്, നിങ്ങൾക്ക് എൻറോൾ ചെയ്യാൻ പറ്റും.
സോ ഇതെങ്ങനെ എൻറോൾ ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ഇവിടെ മൊബൈൽ നമ്പർ ഉണ്ടായിരിക്കും. സോ നിങ്ങൾക്ക് ഇവിടെ ഡയറക്റ്റ്ലി നിങ്ങൾക്ക് ഇവിടെ രജിസ്റ്റർ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈൽ നമ്പർ ഇവിടെ കൊടുത്ത് എൻറോൾ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ പേജിലോട്ടായിരിക്കും പോകുന്നത്. സോ ഒരു OTP വരും. സോ ആ ഒരു OTP വെച്ച് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം. സോ OTP എൻ്റർ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ അവരാണെങ്കിൽ ഒരു KYC ഉണ്ടായിരിക്കും. സോ നിങ്ങൾക്ക് OTP എൻ്റർ ചെയ്തിട്ട് നിങ്ങൾക്ക് പാസ്വേഡ് സെറ്റ് ചെയ്യാം. സോ പാസ്വേഡും എൻ്റർ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഒരു KYC ചെയ്യേണ്ടി വരും. സോ അത് നിങ്ങൾക്ക് ആധാർ നമ്പർ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് KYC അപ്ലൈ ചെയ്യാം. സോ ഈ ഒരു KYC എന്തിനാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഏജും കാര്യങ്ങളൊക്കെ അവർ നോക്കാൻ വേണ്ടിയിട്ടാണ്, 18+ ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ്. സോ അതുപോലെ തന്നെ ഇവിടെ ഗവൺമെൻറ് വെബ്സൈറ്റ് ആയതുകൊണ്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് ലൈക്ക് എന്താണ് വിശ്വസിച്ച് തന്നെ കൊടുക്കാൻ പറ്റും, വേറെ ഇഷ്യൂസോ കാര്യങ്ങളൊന്നുമില്ല. സോ നിങ്ങൾക്ക് ആ ഒരു KYC കൂടെ കംപ്ലീറ്റ് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് എൻറോൾ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടെ ഈ ഒരു വീഡിയോ തന്നിട്ടുണ്ട്. സോ ഈ ഒരു വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു പ്രോപ്പർ സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഇവർ പറയുന്നുണ്ട്. ബട്ട് ഈ ഒരു വീഡിയോ സോ ഹിന്ദിയിലാണ്, നിങ്ങൾക്ക് കോഴ്സ് വരുന്നത് ഇംഗ്ലീഷിലായിരിക്കും. സോ എനിവേ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് യൂസ്ഫുൾ ആയിരിക്കും. ജസ്റ്റ് ഒന്ന് എൻറോൾ ചെയ്ത് ജസ്റ്റ് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആണെങ്കിൽ ജസ്റ്റ് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, സോ ഇതുപോലത്തെ കോഴ്സും കാര്യങ്ങളൊക്കെ ഇനിയും ഞാൻ നമ്മുടെ ചാനലിൽ കൂടെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യും. ഓൾറെഡി ഞാൻ കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് അത് ചെക്കൗട്ട് ചെയ്ത് നോക്കാം. സോ സിസ്കോ ആയിക്കോട്ടെ, EC കൗൺസിലിൻ്റെ ആയിക്കോട്ടെ, സോ ഒരുപാട് വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് അത് ചെക്കൗട്ട് ചെയ്ത് നോക്കാം. സോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക. ആൻഡ് ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് സൈബർ സെക്യൂരിറ്റി കണ്ടൻസിന് വേണ്ടി ജസ്റ്റ് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സോ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.